ജില്ലയിൽ മഴ ശക്തം. ചാലക്കുടി പുഴ കര കവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. തീരദേശ മേഖലയിൽ മഴ ശക്തം. കനോലി കനാൽ കര കവിഞ്ഞൊഴുകി. മാളയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ ഭക്ഷിച്ച പുലി പിടിയിൽ. പുലി കുടുങ്ങിയത് തമിഴ്നാട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് സ്വദേശി ഷനൂദാണ് അറസ്റ്റിലായത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണം. കാറ്റും മഴയും ഉള്ളപ്പോൾ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനം പാർക്ക് ചെയ്യാനോ പാടില്ല. വീട്ടുവളപ്പിൽ അപകടാവസ്ഥയിലുള്ള മരച്ചില്ലകൾ വെട്ടിനീക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അറിയിപ്പുണ്ട്. വൈദ്യുതി കമ്പികൾ പൊട്ടിവീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. അതേസമയം ജില്ലയിലെ നദികളിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് അലർട്ട് പ്രഖ്യാപിച്ചു. ഭാരതപ്പുഴയിൽ ഓറഞ്ച് അലർട്ടും ചാലക്കുടി പുഴയിൽ മഞ്ഞ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. ഇരു നദികളുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയിൽ ചാലക്കുടി പുഴ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 3 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വെള്ളം കയറിയതിനെ തുടർന്ന് 3 സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി നഗരസഭ, മേലൂർ, പരിയാരം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 73 കുടുംബങ്ങളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. നഗരസഭയിലെ കൂടപ്പുഴ കുട്ടാടം പാടശേഖരത്തിൽ നിന്നുള്ള 11 വീട്ടുകാരെ NSS ഹാളിലേക്കും പരിയാരം മംഗലം കോളനിയിലെ 13 കുടുംബങ്ങളെ സെന്റ് ജോർജ് സ്കൂളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. മേലൂർ ഡിവൈൻ നഗർ കോളനിയിലെ 49 വീട്ടുകാരെ മാറ്റിയിട്ടുണ്ട്. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി കൊടുങ്ങല്ലൂർ റൂട്ടിലെ വെള്ളാഞ്ചിറ റോഡിലും വെള്ളം കയറി. തച്ചുടപ്പറമ്പ് റോഡും വെള്ളം കയറി ഗതാഗതം നിലച്ചു. വ്യാഴാഴ്ച പുലർച്ചെ പെരിങ്ങൽകുത്ത് ഡാമിന്റെ എമർജൻസി ഷട്ടർ തുറന്നതോടെയാണ് ചാലക്കുടി പുഴയിലെ ജലവിധാന മുന്നറിയിപ്പ് അളവിന്റെ 7.10 മീറ്റർ കടന്നത്. പദ്ധതി പ്രദേശത്ത് കനത്ത മഴയുമുണ്ടായി. എന്നാൽ പുലർച്ചെ മുതൽ ഡാമിൽ വെള്ളം താഴ്ന്നു തുടങ്ങി. ഇതോടൊപ്പം ചാലക്കുടി പുഴയിലെ ജലവിധാനവും കുറഞ്ഞു. നിലവിൽ ഗുരുതരമായ അവസ്ഥയില്ല. മംഗലം കോളനിയിലെ വീട്ടുകാരെ ബുധനാഴ്ച രാത്രി തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയെന്ന് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് പറഞ്ഞു. മംഗലം കോളനിയിലും HDP കോളനിയിലും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇന്നലെ ക്യാമ്പ് തുറന്നത് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് ക്യാമ്പിലേക്ക് ജനങ്ങളെ പുനരുദ്ധരിച്ചത്. ഇതേ മാർഗമുള്ളൂ. വെള്ളം കയറുമ്പോൾ ഇതേ മാർഗമുള്ളൂ. അധികാരികൾ കൊണ്ട് തുറക്കണം എന്നാണ് പറയാനുള്ളത്. ചാലക്കുടി നഗരസഭയിലെ ദുരിത പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം നടന്നു. TCV ന്യൂസ്, ചാലക്കുടി. വാഴച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തി. വാഴച്ചാൽ പാലത്തിന് താഴെ ചാലക്കുടി പുഴയിലായിരുന്നു സംഭവം. മറുകരയിൽ നിന്ന് പുഴയിലൂടെ കടക്കാൻ ശ്രമിച്ചതായിരുന്നു കാട്ടാന. പുഴയുടെ തുരുത്തിലെത്തിയതോടെ ആനയ്ക്ക് ഒരിടത്തേക്കും നീങ്ങാനായില്ല. വിവരമറിഞ്ഞ വനപാലകർ ആനയുടെ രക്ഷയ്ക്കെത്തി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തൽക്കാലത്തേക്ക് അടച്ച് പുഴയിലെ നീരൊഴുക്ക് നിയന്ത്രിച്ചു. ഇതോടെ ആന മറുകരയിലെ കാട്ടിലേക്ക് തിരിച്ചുപോയി. കനത്ത മഴയിൽ ദേശീയപാത ചാലക്കുടി പാലത്തിന് സമീപം മണ്ണിടിഞ്ഞു. പുഴയുടെ തീരത്ത് സ്വകാര്യ ക്ലബ്ബ് പ്രവർത്തിക്കുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. ക്ലബിന്റെ സംരക്ഷണ വേലിയടക്കം പുഴയിലേക്ക് വീണു. 2 ദിവസമായി നേരിയ തോതിൽ കരഭാഗം ഇടിഞ്ഞിരുന്നു. ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വ്യാപക നാശനഷ്ടം. ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങി നിരവധി കാർഷിക വിളകൾ നശിച്ചു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാറ്റിലാണ് പ്രദേശത്ത് നാശം സംഭവിച്ചത്. മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. ചെമ്മനാടൻ സുരേഷ്, എടത്താടൻ രജീഷ്, മുളയ്ക്കൽ തങ്കമ്മ, ജോബി ആറ്റുപുറം എന്നിവരുടെ പറമ്പുകളിലാണ് കൂടുതലായി നാശനഷ്ടം സംഭവിച്ചത്. വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണെങ്കിലും കേടുപാടുകൾ സംഭവിച്ചില്ല.
കനത്ത മഴയിൽ നന്ദിക്കരയിൽ വീട് തകർന്നു. നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന പറമ്പത്ത് ഗംഗാധരന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. വൃക്കരോഗബാധിതനായ ഗംഗാധരനും ഭിന്നശേഷിക്കാരനായ മകനും വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേൽക്കൂരയുൾപ്പെടെ നിലം പതിച്ചതോടെ വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. വീട്ടിൽ ഗംഗാധരനും ഭാര്യയും 2 മക്കളുമാണ് താമസം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗംഗാധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അപകടം നടക്കുന്ന സമയത്ത് ഗംഗാധരനും മകനും അടുക്കളയിലായിരുന്നു. വീട് വീഴുന്ന ശബ്ദം കേട്ടെങ്കിലും പുറത്തേക്കിറങ്ങാൻ കഴിയാതെ നിന്ന ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, വാർഡ് മെമ്പർ NM പുഷ്പാകരൻ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. വീട്ടുകാരെ നന്ദിക്കര സർക്കാർ സ്കൂളിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു. കാനാണി കാന്നാൻ കോളിലെയും മണലൂർ താഴംപടവിലെയും ബണ്ടുകൾ പൊളിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ 5 പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് നടപടി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പാടശേഖര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് ബണ്ടുകൾ പൊളിച്ചത്. ചൊവ്വാഴ്ച കളക്ടറേറ്റിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന MLA-മാർ ഉൾപ്പെടെയുള്ളവരുടെ സംയുക്ത യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നടപടി. ഒരു ബണ്ട് താൽക്കാലികമായി പൊട്ടിച്ചിട്ട് വെള്ളം വിടാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളന്ന് പറയേണ്ടായി. അതുപോലെ തന്നെയാണ് മണലൂർ പടവിൻ്റെ ഭാഗത്തേക്കും ഇത് തുറന്നുവിടാൻ, ബണ്ട് പൊട്ടിച്ചുകൊണ്ട് തന്നെ തുറന്നുവിടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഈ ബണ്ട് പൊട്ടിച്ച് വെള്ളം വിടാൻ ആവശ്യമായ തീരുമാനം അങ്ങനെ പൊട്ടിച്ചു വിടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇന്ന് ഈ 2 ബണ്ടുകളും പൊട്ടിച്ച് വിടാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ച് വരുന്നത്. പൊളിച്ച ബണ്ടുകൾ കൃഷി ഇറക്കുന്നതിന് മുൻപ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ചിലവ് അന്തിക്കാട് ബ്ലോക്കിലെ പഞ്ചായത്തുകൾ ചേർന്ന് വഹിക്കാനാണ് തീരുമാനം. ബണ്ടുകൾ പൊളിച്ചതോടെ ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. എല്ലാ വർഷവും ഇങ്ങനെ ബണ്ട് പൊളിക്കൽ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ഇവിടെ സ്ഥിര സംവിധാനമായി വിസ്തൃതിയേറിയ സ്ലൂയിസുകൾ സ്ഥാപിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം ഇറിഗേഷൻ അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമാണ്. TCV തൃശൂർ. കനത്ത മഴയെ തുടർന്ന് വാഴാനി ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. 56.49 മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ്. ഡാമിൽ 60% വെള്ളമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 52.70 മീറ്ററായിരുന്നു ജലനിരപ്പ്. ഡാമിലെ പരമാവധി ജലനിരപ്പ് 62.48 മീറ്ററാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധി. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. അതേസമയം റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. കൊടുങ്ങല്ലൂർ മേഖലയിൽ മഴ ശക്തം. കനോലി കനാൽ കരകവിഞ്ഞൊഴുകി. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത്. ഡാമുകൾ തുറന്നതും പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്തെ എൽത്തുരുത്ത്, കോട്ടപ്പുറം കോട്ട, പാലിയം തുരുത്ത്, കാവിൽക്കടവ്, ഉഴുവത്തുകടവ്, വയലാർ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പരിധിയിലെ ആല, ഗോത്തുരുത്ത് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. തീരദേശ റോഡും സമീപ പ്രദേശങ്ങളിലെ വീടുകളും വെള്ളക്കെട്ടിലാണ്. വയലാർ വാർഡിലെ സരോവരം അംഗൻവാടി വെള്ളത്താൽ ചുറ്റപ്പെട്ടു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മഴയുടെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായി കൊണ്ടിരിക്കുകയാണ് മഴ. പിന്നെ നമ്മളെ ഈ പെരിങ്ങൽ ഡാം തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭീതിയിലും കൂടിയാണ് ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഈ പരിസരത്ത് മൊത്തം ഒരു 19 വീടുകളുണ്ട്. അതും മൊത്തം വെള്ളത്തിലായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതുവരെ ആയിക്കൊണ്ടിരുന്ന മൊത്തം ഈ പരിസരത്തുള്ള ഒരു 19 വീടുകളുണ്ടാവും. അത് മൊത്തം വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യുന്നൊരു ഇതിൽ അറിയാണ്ട് നിൽക്കണം ഇവിടുത്തെ ആൾക്കാർ. ആനാപ്പുഴ, അഞ്ചങ്ങാടി കിഴക്ക് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ VR സുനിൽകുമാർ MLA സന്ദർശിച്ചു. മഴ തുടർന്നാൽ മറ്റൊരു പ്രളയത്തെ നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഈ പ്രദേശം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB
കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VP കായം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ചാലക്കുടി പുഴയിൽ വെള്ളം ഉയർന്നതോടെ മാളയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ആലമറ്റം കണക്കൻ കടവ് റോഡിലേക്ക് പുഴയിൽ നിന്ന് വെള്ളം കയറിയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളും വെള്ളത്തിലായി. പുഴയിൽ നിന്നുള്ള വെള്ളം കയറിയതും തോടുകളിലൂടെയുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതുമാണ് വെള്ളക്കെട്ടിനിടയാക്കിയിട്ടുള്ളത്. കുണ്ടൂർ, വയലാർ, ചെത്തിക്കോട് പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിലായി. പൊക്കാഞ്ചേരി, സുഗതൻ, പൊക്കാഞ്ചേരി മോഹനൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വെള്ളം കയറിയത്. അന്നമനട പഞ്ചായത്തിലെ പുഴയോരത്തെ സൗഹൃദ തീരം പൂർണ്ണമായി വെള്ളത്തിലായി. തമിഴ്നാട് വാൽപ്പാറയിൽ 4.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ നരഭോജി പുലി കൂട്ടിൽ കുടുങ്ങി. തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിലെ തെക്ക് ഡിവിഷനിൽ തോട്ടം തൊഴിലാളിയായ ചാർഗഡ് സ്വദേശി മനോജ് കുന്ദയുടെ മകൾ റുസിനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലി പിടികൂടിയത്. വീടിനു മുന്നിൽ കളിക്കുന്നതിനിടെ തേയിലത്തോട്ടത്തിൽ നിന്ന് എത്തിയ പുലി കുട്ടിയെ പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഏജന്റായി പ്രവർത്തിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് സ്വദേശി ചാലമ്പാട്ടിൽ വീട്ടിൽ ഷനൂദിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിൽ ലാഭം വാഗ്ദാനം ചെയ്ത് കാറളം കിഴുത്താണി സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. വിവിധ കാലയളവുകളിലായാണ് തൃശൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലുള്ള ബാങ്കുകളിൽ നിന്ന് പല തവണകളായി പരാതിക്കാരൻ പണം പ്രതികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അയച്ചു നൽകിയത്. ഈ പണത്തിൽ ഉൾപ്പെട്ട 14 ലക്ഷം രൂപ ഷനൂദിന്റെ പേരിലുള്ള 6 ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയതായും ഈ തുകയിൽ നിന്നും 4 ലക്ഷം രൂപയ്ക്ക് ഷനൂദ് മലപ്പുറത്തുള്ള ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങിയതായും കണ്ടെത്തിയിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ പ്രതിയുടെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ 6 കേസുകളുള്ളതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ആനത്താവളത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വിരമിച്ച ജീവനക്കാർ ആനയൂട്ട് നടത്തി. ജീവധനം വിഭാഗത്തിൽ നിന്ന് വിരമിച്ചവരുടെ കൂട്ടായ്മയാണ് ആനയൂട്ട് നടത്തിയത്. ഇതിനായി 20,000 രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ കൃഷ്ണനാരായണന് ചോറൂരുളം നൽകി ആനത്താവളത്തിന്റെ ആദ്യ ചുമതലക്കാരനായിരുന്ന KP കരുണാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യകാല പാപ്പാൻ മണ്ണാലത്ത് ശങ്കരനാരായണൻ, വിരമിക്കുന്ന പാപ്പാൻ നളരാജൻ എന്നിവരെ ആദരിച്ചു. കൂട്ടായ്മ കൺവീനർ CV വിജയൻ അധ്യക്ഷത വഹിച്ചു. B ഹരികൃഷ്ണ മേനോൻ, PV സോമസുന്ദരൻ, ശിവദാസ് മൂത്തേടത്ത്, M അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണന്റെ കൊമ്പന്മാർ പുന്നത്തൂർ ആനത്താവളത്തിലെത്തിയിട്ട് അരനൂറ്റാണ്ട് പിന്നിടുന്നു. 1975 ജൂൺ 26-നാണ് ഗജരാജൻ കേശവന്റെ നേതൃത്വത്തിൽ ക്ഷേത്രനടയിൽ നിന്ന് 19 ആനകൾ ഘോഷയാത്രയായി എത്തി പുന്നത്തൂർ ആനത്താവളത്തിൽ ഗൃഹപ്രവേശം നടത്തിയത്. പുന്നത്തൂർ കോവിലകത്തിന്റെ ആസ്ഥാനമായിരുന്ന പുന്നത്തൂർ കോട്ടയിലെ 9.75 ഏക്കർ സ്ഥലം 1,60,000 രൂപയ്ക്ക് ഗുരുവായൂർ ദേവസ്വം വാങ്ങുകയായിരുന്നു. ഇപ്പോഴത്തെ ശ്രീവത്സം അതിഥി മന്ദിരം, പാഞ്ചജന്യം ടൂറിസ്റ്റ് ഹോം എന്നിവ സ്ഥിതി ചെയ്യുന്ന സാമൂതിരി കോവിലകം പറമ്പിലായിരുന്നു അതുവരെ ആനകളെ തളച്ചിരുന്നത്. നേരത്തെ 64 ആനകൾ വരെ ഉണ്ടായിരുന്ന ആനത്താവളത്തിൽ ഇപ്പോൾ 36 ആനകളാണുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ. വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി KK മനോജിനെ സ്ഥലം മാറ്റിയ നടപടി സ്വാഗതാർഹമെന്ന് കൌൺസിലർ K അജിത് കുമാർ പറഞ്ഞു. മനോജ് സെക്രട്ടറിയായതിനു ശേഷമുള്ള എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലും ഇയാൾക്കെതിരെ പരാതിയുണ്ട്. സ്ഥലം മാറ്റം കൊണ്ട് മാത്രം കാര്യമായില്ലെന്നും സെക്രട്ടറിയുടെ കാലത്ത് നടന്ന അഴിമതികൾ വിജിലൻസ് അന്വേഷിച്ച് കേസെടുക്കണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു. സെക്രട്ടറിക്കൊപ്പമുണ്ടായിരുന്ന കരാറുകാർ, ഇടനിലക്കാർ, ജനപ്രതിനിധികൾ എന്നിവരെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു.
ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വെള്ളിയാഴ്ച ആഘോഷിക്കും. ശ്രീലകത്ത് താന്ത്രിക ചടങ്ങുകളും ചുറ്റുവിളക്കുമുണ്ടാകും. സംഗീതോത്സവത്തിന് സമാപനം കുറിച്ച് തൃശൂർ രാമകൃഷ്ണൻ മാസ്റ്ററും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം, കളഭാഭിഷേകം, ശ്രീഭൂതബലി, പ്രസാദ ഊട്ട് എന്നിവ നടക്കും. വൈകിട്ട് 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, കുട്ടപ്പറ നിറയ്ക്കൽ എന്നിവയും ഉണ്ടാകും. കാലവർഷക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവർക്കായി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് മൂലം അധ്യയനം മുടങ്ങുന്നതിനെതിരെ സ്കൂൾ PTA കമ്മിറ്റി രംഗത്ത്. ഇത് സംബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നാട്ടുകാർ എന്നിവരുടെ അടിയന്തര യോഗം PTAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളും ഉണ്ടെന്നിരിക്കെ സ്ഥലപരിമിതി മൂലം പ്രയാസമനുഭവിക്കുന്ന ചാമക്കാല സ്കൂളിനെ ക്യാമ്പിനായി തിരഞ്ഞെടുത്തത് നീതിക്ക് നിരക്കാത്തതാണെന്ന യോഗം വിലയിരുത്തി. 115-ലധികം പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. സ്കൂൾ തുറന്ന 1 മാസം തികയും മുൻപേ അധ്യയനം മുടങ്ങിയതുമൂലം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആശങ്കയിലാണ്. കൂടാതെ വൻതോതിൽ മാലിന്യ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യുന്നതിന് അധികൃതർ നടപടിയെടുത്തിട്ടില്ല. അധ്യയനം ഇനിയും മുടങ്ങിയാൽ കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റണമെന്ന തീരുമാനവും ചില രക്ഷിതാക്കൾ കൈക്കൊണ്ടതായി യോഗം ചൂണ്ടിക്കാട്ടി. സ്കൂൾ അധികൃതരും വാർഡ് മെമ്പറും ഇക്കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ നേരിട്ട് ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. PTA പ്രസിഡന്റ് CB അബ്ദുസമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രഞ്ജി T പരമേശ്വരൻ, പ്രധാന അധ്യാപകൻ M രാജേഷ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, കയ്പമംഗലം. ചേറ്റുവയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചുള്ളിപ്പടി കറുപ്പം വീട്ടിൽ ഹംസയുടെ മകൻ 17 വയസ്സുള്ള അസീമാണ് മരിച്ചത്. ചേറ്റുവ TM ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാടൂർ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. മഴ കനത്തതോടെ തകർന്നു വീഴാറായ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വയോധികനെ സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അന്തിക്കാട് സ്വദേശി മണ്ണാന്തിണ്ടിയിൽ വീട്ടിൽ 84 വയസ്സുള്ള പ്രകാശനെയാണ് അനാഥാശ്രമത്തിലേക്ക് മാറ്റിയത്. പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ പ്രകാശൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഭാര്യ ഉപേക്ഷിച്ചുപോയി. മക്കൾ 2 പേർ ചെറുപ്പത്തിൽ മരിച്ചു. 3 മാസം മുൻപ് ഭക്ഷണത്തിനായി കഞ്ഞിയുണ്ടാക്കി ഇറക്കി വയ്ക്കുമ്പോൾ കലം മറിഞ്ഞു വീണ് പ്രകാശന് കാര്യമായ പൊള്ളലേറ്റിരുന്നു. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രകാശന്റെ സംരക്ഷണം പുത്തൻ പീടികയിലെ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തു. പൊള്ളലിന്റെ ബുദ്ധിമുട്ടുകൾ മാറിയെങ്കിലും മഴക്കാലമായതോടെ പ്രകാശൻ താമസിക്കുന്ന വീടിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി. ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലായിരുന്നു വീട്. മഴ പെയ്തതോടെ വീടിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതോടെ പ്രകാശനെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റാനായി കാരുണ്യയിലെ പ്രവർത്തകർ സാമൂഹ്യനീതി വകുപ്പിനെ സമീപിച്ചു. തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് കൗൺസിലർ മാല രമണൻ, കാരുണ്യ വളണ്ടിയർമാരായ അബൂബക്കർ, ട്രീജോ, ഡെൽറ്റ, സിജി, അനൂപ്, നഴ്സുമാരായ ആതിര, വർഷ എന്നിവർ ചേർന്ന് പ്രകാശനെ മണലൂരിലുള്ള സെന്റ് ജോസ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. എരുമപ്പെട്ടി മുട്ടിക്കൽ സെന്ററിന് സമീപം ബൈക്കിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. ഗുരുവായൂർ വാരിയത്ത് പറമ്പിൽ വീട്ടിൽ വൈശാഖിനാണ് പരിക്കേറ്റത്. ആക്സ് പ്രവർത്തകർ പരിക്കേറ്റയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, കോർ ബാങ്കിന്റെയും ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് ദിനനിക്ഷേപത്തിന്റെയും ഉദ്ഘാടനവും നിർവഹിച്ചു. മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ PN നിഖിൽ, MR രാധാകൃഷ്ണൻ, AA ശിവദാസൻ, PS അശോകൻ, VV വിഭീഷ്, KS നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാടശേഖരങ്ങളും സമീപത്തെ പൊന്തക്കാടുകളും വെള്ളത്തിൽ മുങ്ങിയതോടെ വാസസ്ഥലം നഷ്ടപ്പെട്ട കുറുനരി എത്തിയത് അങ്കണവാടിക്ക് മുന്നിൽ. ചാഴൂർ 2ാം വാർഡിലെ അങ്കണവാടിക്ക് മുമ്പിലുള്ള റോഡിലെത്തിയ കുറുനരി എങ്ങോട്ട് പോകണമെന്ന ആശയക്കുഴപ്പത്തിൽ വട്ടം തിരിയുന്ന കാഴ്ച ഒരേ സമയം ആശങ്കയും ദൈന്യതയും ഉണർത്തുന്നതായി. ചാഴൂർ സ്വദേശി സുരേഷ് ബാബുവാണ് ഈ ദൃശ്യം പകർത്തിയത്. വെള്ളത്തിൽ മുങ്ങിയത് മൂലം ഗതാഗതം നിരോധിച്ച മനക്കൊടി പുള്ള് റോഡിലൂടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സഞ്ചരിച്ച കാർ വെള്ളത്തിൽ മുങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ക്രെയിൻ എത്തിച്ചാണ് കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. ബുധനാഴ്ചയായിരുന്നു സംഭവം. പുള്ളുപാടത്തെ റോഡിലെ വെള്ളത്തിൽ മണിക്കൂറുകളാണ് കാർ കുടുങ്ങിക്കിടന്നത്. ഈ പ്രദേശത്ത് റോഡിൽ അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. ചാലക്കുടി സ്വദേശിയുടെ കാർ മനക്കൊടി പുള്ളു റോഡിലൂടെ പെരിങ്ങോട്ടുകര ഭാഗത്തേക്ക് പോകുകയായിരുന്നു. പാടശേഖരത്തിലെ വെള്ളം റോഡ് കവിഞ്ഞ് ഒഴുകുകയാണ്. വെള്ളം കയറിയ റോഡിൽ മനക്കൊടി വാരിയം കോൾപ്പടവിന്റെ മോട്ടോർ ഷെഡിനടുത്ത് വെച്ച് വെള്ളം കയറി കാർ നിർത്തിയിടേണ്ടി വന്നു. കാറിലുണ്ടായിരുന്നവർ വെള്ളത്തിലൂടെ തിരികെ നടന്നുവന്ന് മനക്കൊടി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപമെത്തി അവിടെ ഉണ്ടായിരുന്നവരുടെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് ക്രെയിൻ വരുത്തിയാണ് വാഹനം വെള്ളം കയറിയ റോഡിലൂടെ വലിച്ച് ക്ഷേത്ര പരിസരത്ത് എത്തിച്ചത്. റോഡ് ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് കാർ കടന്നുപോയതെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV തൃശൂർ. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ 7ാം ഘട്ട ഫല പച്ചക്കറി പൂക്കൃഷി വിത്തിറക്കൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, EK അനൂപ്, കലാപ്രിയ സുരേഷ്, K രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, N മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഊട്ടുതിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ എന്നിവർ സഹകാർമ്മികരായി. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോൺ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും. നേർച്ചകൂട്ട് വൈകിട്ട് 3 മണിവരെ തുടരും. ജനറൽ കൺവീനർ KC ഡേവീസ്, ജോയിന്റ് കൺവീനർ MK ജോഷി, പബ്ലിസിറ്റി കൺവീനർ സിജു സൈമൺ, നടത്ത് കൈക്കാരൻ ജെയ്സൺ താണിക്കൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,427 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മഴ ശക്തം. ചാലക്കുടി പുഴ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. തീരദേശ മേഖലയിൽ മഴ ശക്തം. കനോലി കനാൽ കരകവിഞ്ഞൊഴുകി. മാളയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ ഭക്ഷിച്ച പുലി പിടിയിൽ. പുലി കുടുങ്ങിയത് തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് സ്വദേശി ഷനൂദാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.